ഇന്ത്യക്കെതിരെ ട്രംപ് തിരിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ചൈനയ്ക്കെതിരെ ട്രംപ് ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളത്. ഇന്ത്യയെക്കാളും കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ചൈനയാണ്. എന്നിട്ടും ചൈനയെ ട്രംപ് ഭയപ്പെടുന്നു എന്നുള്ള ചോദ്യത്തിന് ട്രംപ് തന്നെ മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ ചൈന സമ്പൂർണ്ണമായി നശിക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. റെയർ എർത്ത് മെറ്റൽസ് ചൈന അമേരിക്കയ്ക്ക് കൊടുക്കുന്നില്ല എന്നുള്ളൊരു റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ഇതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പ്രതിരോധ മേഖല വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അമേരിക്കയ്ക്ക് റെയർ എർത്ത് മെറ്റൽസ് തന്നില്ലെങ്കിൽ ചൈന അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ശ്രമങ്ങൾക്കിടയിൽ ചൈന ഇന്ത്യയുമായി അടുക്കാനുള്ള കൂടുതൽ ശ്രമങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു ധാരണയായി കഴിഞ്ഞാൽ അടുത്ത ട്രംപിൻ്റെ ലക്ഷ്യം ചൈനയായിരിക്കുമെന്ന് കൃത്യമായി ചൈനയ്ക്കറിയാം. അതിനു മുമ്പ് പല രാജ്യങ്ങളുമായി സൗഹൃദം സ്ഥാപിച്ച് പല മാർക്കറ്റുകളും തുറന്നിടുകയാണ് ചൈനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. എന്തായാലും ഇന്ത്യയുടെ ഡൊണാൾഡ് ട്രംപ് ദേഷ്യത്തിലാണ്. ഈ സമയത്ത് ചൈനയുമായുള്ള സൗഹൃദം വർദ്ധിപ്പിക്കാൻ മുൻകൈ എടുത്തിട്ടുമുണ്ട്. അതേസമയം ട്രംപ് ചൈനയുമായുള്ള ബന്ധം നിലനിർത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറുവശത്ത് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ചൈനയെ നേരിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. ട്രംപിൻ്റെ ഈ ഇരട്ട മനോഭാവത്തിന് പിന്നിലെ കാരണം ചൈനയും ഇന്ത്യയും തമ്മിലുള്ള വളർന്നു വരുന്ന സൗഹൃദമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ചൈനയെ ഒരു നിമിഷം കൊണ്ട് നശിപ്പിക്കാൻ തൻ്റെ കൈവശം ഉപയോഗിക്കാവുന്ന കാർഡുകളുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. വ്യാപാരം, സാങ്കേതികവിദ്യ, സൈനികം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സമയത്താണ് ഈ പ്രസ്താവന വരുന്നത്. ചൈനയെ അമേരിക്ക ശത്രുവായി കണക്കാക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായ ഒരു ഏറ്റുമുട്ടൽ ആഗ്രഹിക്കുന്നില്ലെന്നും ഈ ഭീഷണി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യ ചൈന ഒരു സൗഹൃദത്തിൽ ട്രംപ് നിരാശനാണ് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ 50% തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോൾ അതിൻ്റെ സമയപരിധി അവസാനിക്കാൻ പോകുന്നു. നേരത്തെ ട്രംപ് ചൈനയെ ഭീഷണിപ്പെടുത്തി അമേരിക്കയ്ക്ക് കളിക്കാൻ ഇഷ്ടമില്ലാത്ത ചില കാർഡുകൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നിരുന്നാലും വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ചൈനയും അമേരിക്കയും ഒരു നല്ല സൗഹൃദത്തിലേക്ക് നീങ്ങുകയാണ് എന്നും ട്രംപ് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഈ ദിവസങ്ങളിൽ ഇന്ത്യയും ചൈനയും പരസ്പരം കൂടുതൽ അടുത്തിരുന്നു. ഇത് ട്രംപിനെ അലട്ടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചൈനയോടുള്ള ട്രംപിൻ്റെ ഇരട്ട മനോഭാവവും ഇവിടെ ചർച്ചയാവുന്നതാണ്. അതായത് വാഷിംഗ്ടൺ DC-യിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞത്, നമുക്ക് ചൈനയുമായി മികച്ച ബന്ധമുണ്ടാകും, അവർക്ക് ചില മികച്ച കാർഡുകൾ ഉണ്ടാകും, പക്ഷേ ഞങ്ങൾ അവിശ്വസനീയമായ കാർഡുകൾ പുറത്തിറക്കും. എന്നിരുന്നാലും എനിക്ക് ആ കാർഡ് കളിക്കാൻ താല്പര്യമില്ല, ഞാൻ ആ കാർഡ് കളിച്ചാൽ ചൈന തകരും, അതുകൊണ്ട് തന്നെ എനിക്കതിൽ താല്പര്യമില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അടുപ്പം ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു വരുന്നത് ട്രംപിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. ചൈന ഇന്ത്യയിലേക്ക് സൗഹൃദത്തിൻ്റെ കൈ നീട്ടിയിട്ടുണ്ട്. ചൈന ഇന്ത്യയെ സഹായിക്കുമെന്ന് ചൈന പറഞ്ഞു. അപൂർവ ഭൂമി വസ്തുക്കളും ടണലിംഗ് മെഷീനുകളും ഇന്ത്യക്ക് നൽകുമെന്ന് ചൈന ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ വർദ്ധിച്ചു വരുന്ന അടുപ്പത്തിൽ ട്രംപ് അസ്വസ്ഥനാണ്. ചൈനയ്ക്ക് 200% തീരുവ ചുമത്തുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു. എന്നിരുന്നാലും അദ്ദേഹം ഇതുവരെ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.